ഹലോ ഡിയർ കീം ആസ്പിരൻസ്, നിങ്ങൾ കീം എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇത്തവണത്തെ കീം എക്സാമിന് നിങ്ങൾ ഡ്രീം ചെയ്തിട്ടുള്ള ബ്രാഞ്ചിൽ, അതായത് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ EEC മുതലായിട്ടുള്ള ബ്രാഞ്ചുകളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഏകദേശം എത്രത്തോളം മാർക്ക് ആവശ്യമായിട്ടുണ്ട്, ഒപ്പം തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റാങ്ക് റേഞ്ച് എത്ര വരും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എഞ്ചിനീയറിംഗിൻ്റെ കേസ് മാത്രമല്ല, നമ്മൾ BPharmൻ്റെ കേസ് ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എക്സ്പെക്റ്റഡ് റാങ്കിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് കീം മുഖാന്തരം അഡ്മിഷൻ പോസിബിൾ ആവുന്ന മൊത്തം കോളേജുകളുടെ എണ്ണം ഒന്ന് പരിശോധിച്ച് നോക്കാം. അത് നമ്മൾ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ കോളേജുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 175ഓളം കോളേജുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചർ കോളേജ് ആകുമ്പോൾ അത് 175ഓളം കോളേജുകളിലേക്ക് നിങ്ങൾക്ക് കീമിൻ്റെ മാർക്ക് മുഖാന്തരം അഡ്മിഷൻ പോസിബിൾ ആവുന്നുണ്ട്. ഇനി അത് BPharm കോളേജുകളാകുമ്പോൾ 57 കാണാൻ സാധിക്കുന്നത്. മെഡിക്കൽ ആൻഡ് ഡെൻ്റൽ കോളേജുകളാകുമ്പോൾ അത് 53. ആൻഡ് ആയുർവേദ കോളേജുകളാണെങ്കിൽ BAMS കോളേജുകളാണെങ്കിൽ അത് 17. ഇനി അത് ഹോമിയോ കോളേജുകളാണെങ്കിൽ 15. അഗ്രികൾച്ചർ കോളേജുകളാകുമ്പോൾ 10. വെറ്റിനറി കോളേജുകൾ 7. BSMS ആൻഡ് BUMS അതായത് സിദ്ധ യുനാനി കോളേജുകളാകുമ്പോൾ അത് 2. ആൻഡ് ഒപ്പം തന്നെ ഫിഷറീസ് ആൻഡ് ഓഷ്യൻ കോളേജസ് ആകുമ്പോൾ അത് 2. സോ കീമിൻ്റെ മാർക്ക് മുഖാന്തരം നിങ്ങൾക്ക് ഇത്രത്തോളം കോളേജുകളിൽ അഡ്മിഷൻ പോസിബിൾ ആവുന്നുണ്ട്. ഇനി നമുക്ക് നേരെ എക്സ്പെക്റ്റഡ് റാങ്ക് റേഞ്ചിലേക്ക് നോക്കി നോക്കാം. സോ BTechൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 500 ആൻഡ് എബോ, അതായത് ഔട്ട് ഓഫ് 600 500ൻ്റെ മുകളിൽ നിങ്ങൾക്ക് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് സ്കോർ, ഇറ്റ്സ് എൻ എക്സലൻറ്റ് സ്കോർ. സോ അത് മുഖാന്തരം നിങ്ങൾക്ക് CET ട്രിവാൻഡ്രം അല്ലെങ്കിൽ GEC തൃശ്ശൂർ, ബാട്ടൺ ഹിൽ മുതലായിട്ടുള്ള കോളേജുകൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 450-നും 500ൻ്റെ ഇടയിലാണ് നിങ്ങളുടെ മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് സ്കോർ. ആൻഡ് നിങ്ങൾക്ക് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, TKM കൊല്ലം മുതലായിട്ടുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ പോസിബിൾ ആവാൻ സാധിക്കുന്നതാണ്. 350-നും 450-നും ഇടയിലാണ് നിങ്ങളുടെ മാർക്ക് വന്നിട്ടില്ലെങ്കിൽ ഇറ്റ്സ് എൻ ആവറേജ് സ്കോർ. ആൻഡ് നിങ്ങൾക്കൊരു മാറത്തിനിയസ് കോളേജിലേക്ക് അല്ലെങ്കിൽ വിദ്യാ അക്കാദമി, അമൽ ജ്യോതി കോളേജ് മുതലായിട്ടുള്ള കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ പോസിബിൾ ആവാൻ അവിടെ സാധ്യത കാണുന്നുണ്ട്. ഇനി BPharmൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മൊത്തം 300 മാർക്കിലാണ് BPharm കണ്ടക്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് BPharm എക്സാമിൽ മാത്സ് ഉണ്ടാവില്ല, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ഓൺലി. സോ അതിൽ നിങ്ങൾക്ക് ഒരു 230ൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എക്സലൻറ്റ് സ്കോർ. നിങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഗവൺമെൻറ് ഫാർമസി കോളേജ് ട്രിവാൻഡ്രം മുതലായിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ സാധ്യമാവുന്നുണ്ട്. ഇനി 180-നും 230-നും ഇടയിലാണ് നിങ്ങളുടെ റാങ്ക് മാർക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഗുഡ് സ്കോറാണ്. നിങ്ങൾക്ക് നിർമ്മല കോളേജ് ഓഫ് ഫാർമസി, അമൃത സ്കൂൾ ഓഫ് ഫാർമസി മുതലായിട്ടുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻ സാധ്യമാവുന്നതാണ്. സോ ഇവിടെ കാണിച്ചിട്ടുള്ള 1, 2, 3 കോളേജുകളല്ല, ഇറ്റ്സ് എ റേഞ്ച് ഓഫ് കോളേജുകൾ അവിടെ ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് നമ്പേഴ്സ് ഓഫ് കോളേജ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. 140-നും 180-നും ഇടയിലാണ് നിങ്ങളുടെ മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് സ്കോറാണ്. അത് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ് അല്ലെങ്കിൽ KMCT ഫാർമസി കോളേജ് മുതലായിട്ടുള്ള കോളേജുകളിലേക്ക് എനിക്ക് അഡ്മിഷൻ സാധ്യമാവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു മാർക്കിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ബേസിൽ നമ്മൾ തന്നിട്ടുള്ള ഈ ഒരു വാല്യുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എക്സ്പെക്റ്റഡ് റേഞ്ച് മാത്രമാണ്. നിങ്ങൾക്കിപ്പോൾ ആക്ച്വൽ റിസൾട്ട് വരുമ്പോൾ അതിൽ വേരിയേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾക്കൊരു ഐഡിയ തരിക എന്നുള്ളതിൻ്റെ ബേസിലാണ് ഈ ഒരു ഡാറ്റ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എഞ്ചിനീയറിംഗിൻ്റെ കേസിലേക്ക് എടുത്തു നോക്കാം. സോ നിങ്ങളുടെ മാർക്ക് നേരത്തെ പറഞ്ഞ പോലെ 500ൻ്റെ മുകളിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തം റാങ്കിൻ്റെ ഒരു 5000ൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റാങ്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ നിങ്ങളുടെ മാർക്ക് 600-ൽ 500ൻ്റെ മുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5000ൻ്റെ ഉള്ളിൽ നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി 400-നും 500-നും ഇടയിലാണ് നിങ്ങളുടെ മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ 600-ൽ നിങ്ങൾക്ക് 5000-നും 20,000-നും ഇടയിൽ നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 300-നും 400-നും ഇടയിലാണ് നിങ്ങൾക്ക് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20,000-നും 50,000-നും ഇടയിൽ നിങ്ങൾക്ക് റാങ്ക് പോസിബിൾ ആവുന്നതാണ്. ആൻഡ് 250-നും 300-നും ഇടയിലാണെങ്കിൽ നിങ്ങൾക്കൊരു എബോവ് 50,000 നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഒരു എക്സ്പെക്റ്റഡ് റേഞ്ച് പറഞ്ഞിട്ടുള്ളത് ഇത്തവണത്തെ കീമിൻ്റെ മാർക്കിൻ്റെ ബേസിൽ. ഇനി കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന ബ്രാഞ്ച് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിരിക്കും, CSE. സോ CSEയുടെ കേസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സ്പെക്റ്റഡ് റേഞ്ച് നോക്കുകയാണെങ്കിൽ CET ആണ് ആദ്യം പരിശോധിച്ച് നോക്കാം. സോ CETയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 300, അതായത് മൊത്തം റാങ്കിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ നിങ്ങളൊരു 300ൻ്റെ അടിയിൽ വരികയാണെങ്കിൽ, ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് CETയിൽ അഡ്മിഷൻ പോസിബിൾ ആവുകയാണ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ പോസിബിൾ ആവുന്നതാണ്. ആൻഡ് ഇനി EWSൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് 450 അതിൻ്റെ ഉള്ളിലോ വേണ്ടി വരും. OBCയുടെ കേസ് എടുത്താണെങ്കിൽ 600ൻ്റെ ഉള്ളിൽ വേണ്ടി വരും. ആൻഡ് SCയുടെ കേസിലാണെങ്കിൽ അത് 2500. ആൻഡ് STയുടെ കേസിലാണെങ്കിൽ അത് 5000. ഓക്കെ, അടുത്തത് GEC തൃശ്ശൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 550ൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന് പോസിബിൾ ആവുന്നുണ്ട്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. ഇനി EWS കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 750 മതിയാവും.
ആൻഡ് ഒ ബി സിയുടെ കേസിൽ അത് 950 അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എസ് സിയുടെ കേസിൽ 3000 ഉള്ളിൽ, എസ് ടിയുടെ കേസിൽ 5500 ഉള്ളിൽ. അടുത്തത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊച്ചിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1000 ഉള്ളിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അഡ്മിഷൻ പോസിബിൾ ആവുന്നതായിരിക്കും. ഒപ്പം തന്നെ EWSൻ്റെ കേസ് ആണെങ്കിൽ 1200, ഒ ബി സിയുടെ കേസ് ആകുമ്പോൾ 1500, എസ് സിയുടെ കേസ് ആകുമ്പോൾ അത് 3200 ഉള്ളിൽ, എസ് ടിയുടെ കേസ് ആകുമ്പോൾ അത് 5800 ഉള്ളിൽ. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം 1100 ഉള്ളിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ TKMൽ അഡ്മിഷൻ പോസിബിൾ ആവുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ്. EWSൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1300, ഇനി ഒ ബി സിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1600, എസ് സിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 3500 ആൻഡ് എസ് ടിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 6000 അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ TKMൽ അഡ്മിഷൻ പോസിബിൾ ആവുന്നതാണ്. അടുത്തൊരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് EC. CETയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തം റാങ്കിൻ്റെ ഒരു 800 ഉള്ളിൽ ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് റാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് CETയിൽ EC പോസിബിൾ ആവുന്നതാണ്. EWSൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 1100 ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് CETയിൽ പോസിബിൾ ആവുന്നതാണ്. ഒ ബി സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ CETയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1400 ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ പോസിബിൾ ആവുന്നതാണ്. എസ് സിയുടെ കേസിൽ അത് 3500, ഒപ്പം തന്നെ എസ് ടിയുടെ കേസിൽ 6000 ആൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ. GEC തൃശ്ശൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 1200 ജനറൽ കാറ്റഗറി അതിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് GEC തൃശ്ശൂരിൽ ECക്ക് അഡ്മിഷൻ പോസിബിൾ ആവുന്നതാണ്. ആൻഡ് EWSൻ്റെ കേസിൽ അത് 1500, ഒ ബി സിയുടെ കേസിൽ 1900, എസ് സിയുടെ കേസിൽ 4000 ആൻഡ് എസ് ടിയുടെ കേസിൽ 6500. TKMൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2000 ഉള്ളിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് TKMൽ ECക്ക് അഡ്മിഷൻ പോസിബിൾ ആവുന്നതാണ്. നമുക്ക് ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. EWSൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2400 അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒ ബി സിയുടെ കേസിൽ 2800 ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ, എസ് സിയുടെ കേസിൽ 4500 ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒപ്പം തന്നെ എസ് ടിയുടെ കേസിൽ 7000 ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ പോസിബിൾ ആവുന്നതാണ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊച്ചി എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1500 ഉള്ളിൽ വരികയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് EC എടുക്കാൻ സാധിക്കുന്നതാണ്. അത് EWSൻ്റെ കേസ് ആകുമ്പോൾ 1800 ഉള്ളിലൊക്കെ ആണെങ്കിൽ സാധിക്കുന്നതാണ്. ഒ ബി സിയുടെ കേസ് ആകുമ്പോൾ 2000, എസ് സിയുടെ കേസ് ആകുമ്പോൾ അത് 4000 ആൻഡ് എസ് ടിയുടെ കേസ് ആകുമ്പോൾ 6500. സോ ഇതാണ് ECയുടെ നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റാങ്ക് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അഥവാ ട്രിപ്പിളിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ CETയിൽ ഒരു 1800 ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് CETയിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. EWSൻ്റെ കേസ് ആകുമ്പോൾ അത് 2200, ഒ ബി സിയുടെ കേസിൽ 2800, എസ് സിയുടെ കേസിലാകുമ്പോൾ 4500 ഉള്ളിൽ, എസ് ടിയുടെ കേസിൽ 7000 ഉള്ളിൽ. GEC തൃശ്ശൂർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2500 ഉള്ളിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ജനറൽ കാറ്റഗറിയിൽ ട്രിപ്പിളി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് GEC തൃശ്ശൂർ. EWSൻ്റെ കേസിൽ അത് 3000, ഒ ബി സിയുടെ കേസിൽ 3500, എസ് സിയുടെ കേസിൽ 5500, എസ് ടിയുടെ കേസിൽ 8500. അപ്പോൾ തന്നെ TKM എടുത്ത് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ ഒരു 3200 ഉള്ളിൽ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് TKMൽ ട്രിപ്പിളി പോസിബിൾ ആവുന്ന നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. EWSൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 3700, ഒ ബി സി ആണെങ്കിൽ 4200, എസ് സി ആകുമ്പോൾ അത് 6000 ഉള്ളിൽ ആൻഡ് എസ് ടി ആകുമ്പോൾ 9000 ഉള്ളിൽ. സോ ഇതാണ് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള 3 എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിൻ്റെ നമുക്കൊരു എക്സ്പെക്റ്റഡ് റേഞ്ച് എന്ന് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നമുക്കിനി BPharmൻ്റെ കേസ് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ BPharm നിങ്ങൾക്ക് ഒരു 2500 ഉള്ളിൽ റാങ്ക് വരികയാണെങ്കിൽ നമുക്കൊരു ജനറൽ കാറ്റഗറിയിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ അഡ്മിഷൻ പോസിബിൾ ആവുന്നതാണ്. EWSൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് 3000, ഒ ബി സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 3500, എസ് സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 6500, എസ് ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 9000. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഒരു 2800 ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ പോസിബിൾ ആവുന്നതാണ് ജനറൽ കാറ്റഗറി. EWS ആകുമ്പോൾ 3200, ഒ ബി സി ആകുമ്പോൾ 3800, എസ് സി ആകുമ്പോൾ 6800, എസ് ടി ആകുമ്പോൾ 9500. അടുത്തത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം ഒരു 3200 ഉള്ളിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ BPharm എടുക്കാൻ പോസിബിൾ ആവുന്നതാണ്. EWSൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 3600, ഒ ബി സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 4000, എസ് സിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 7000, എസ് ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 10000 ഉള്ളിൽ. ഒപ്പം തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഫാർമസി കോളേജ് എടുക്കുകയാണെങ്കിൽ, സോ ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഗവൺമെൻറ് ആണ്. ഇനി നിങ്ങൾക്കൊരു പ്രൈവറ്റിൽ നിങ്ങൾക്ക് BPharm പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 8000 ഉള്ളിൽ ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് അവിടെ റാങ്ക് ഉണ്ടായാൽ മതി. അത് EWSൻ്റെ കേസിൽ ഒരു 9000 ഉള്ളിൽ, ഒ ബി സിയുടെ കേസ് ആകുമ്പോൾ 10000 ആൻഡ് എസ് സിയുടെ ഉള്ളിലാകുമ്പോൾ ഒരു 15000, എസ് ടിയുടെ ഉള്ളിലാകുമ്പോൾ ഒരു 20000. അതായത് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ നിങ്ങൾക്ക് BPharm പഠിക്കണമെന്നുണ്ടെങ്കിൽ.
സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അതായത് നമ്മൾ ഏകദേശം ഒരു എക്സ്പെക്റ്റഡ് റേഞ്ചിനെ കുറിച്ച് മാത്രമാണ് ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതുവഴി നിങ്ങൾക്ക് ഏകദേശം എത്രത്തോളം മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രീം ചെയ്തിട്ടുള്ള ബ്രാഞ്ചിൽ അഡ്മിഷൻ പോസിബിൾ ആവുന്നുള്ളതിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.